ഈ രാവിലെ ദിവസം നമുക്ക് വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 139:24. സങ്കീർത്തനം 139:24. വ്യസനത്തിലുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇത്ര നല്ല വാക്യം രാവിലെ ധ്യാനിക്കാനിരിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് ഉണ്ടോ, ഒരു വ്യസനത്തിൻ്റെ മാർഗമുണ്ടോ എന്ന് നമ്മളെ തന്നെ പരീക്ഷിച്ച് നോക്കണം. നമ്മളെ തന്നെ ഒന്ന് ഇൻസൈറ്റ് ചെയ്യണം. നമ്മളെ തന്നെ സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ദൈവമേ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന. നമ്മളിടത്തിൽ വിഷമിക്കുന്ന പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ആ വ്യസനത്തിനുള്ള മാർഗം ആണതെല്ലാം. ആരിൽ കൂടി വരുമെന്ന് ഓർക്കുമ്പോൾ ചില വ്യക്തികളിൽ കൂടി മനുഷ്യരിൽ കൂടി കടന്നെത്തുന്നു. അത് മാറ്റുവാൻ നമ്മൾ യേശുവിനോട് ഉപവസിക്കാൻ പ്രാർത്ഥിക്കാം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി വിട്ടു പോകുകയില്ല. നാം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വ്യസനത്തിലുള്ള മാർഗം കടന്നു പോകും. വ്യസനത്തിലുള്ള മാർഗം കടന്നു പോകും. ഈ രാവിലെ ദിവസം ദൈവം നമുക്ക് തരുന്ന വാക്യതാണ്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിലുള്ള മാർഗം മാറ്റുവാൻ കർത്താവ് സഹായിക്കട്ടെ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ എല്ലാ സാധനങ്ങൾ സ്റ്റീൽ ചെയ്യുന്നത്, അതുപോലെ മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നത്, സിസ്റ്റേഴ്സിനോട് ബഹുമാനമില്ല, ബ്രദേഴ്സിനോട് ബഹുമാനമില്ല, ഇതിനെല്ലാമുള്ള വ്യസനത്തിനുള്ള മാർഗം ഇതൊക്കെ. ദാവീദ് പറഞ്ഞു, എന്നിൽ ഈ വ്യസനത്തിനുള്ള മാർഗമെല്ലാം ഉണ്ട്, ഇതിനെ ശാശ്വത മാർഗത്തിൽ കർത്താവേ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന ഒരു യാചന. ഇത് ഈ യാചനയ്ക്കൊരു പേരുണ്ട്. ദൈവത്തിൻ്റെ സർവ്വാധിപത്യവും സർവജ്ഞാനവും ഉള്ള ഒരു അധ്യായമാണ് ഇത്. സർവാധിപത്യങ്ങൾ, സർവവ്യാപിത്വവും വാക്യപ്രകാരം നമ്മൾ ഈ ദിവസം നിലനിൽക്കാം. നമ്മൾക്ക് ജ്ഞാനമാണ് ഈ പകരുന്നത്. നമ്മുടെ ജ്ഞാനം, ബുദ്ധി, ബ്രെയിൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ബ്രെയിൻ വർക്കാകും. യേശുവിൻ്റെ ബ്രെയിനാണ് നമുക്ക് ആവശ്യം. കർത്താവ് നമുക്ക് അനുഗ്രഹം കോട്ടയുമായി തീരുന്നു. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അത്ര നല്ല വാക്യം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണം. അവങ്കിലേക്ക് പ്രകാശിച്ചതായി അവരുടെ മുഖം വലിച്ചു പോയതുമില്ല. എലിയും നിലവിളിച്ച് യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചെന്ന് ദാവീദ് പറയും. ദാവീദിൻ സങ്കീർത്തനകാരൻ പറയുന്നു. നമ്മൾ സങ്കീർത്തനങ്ങളെ ധ്യാനിക്കാം, വിളിക്കാം, കർത്താവിനെ വിളിക്കാം, കർത്താവിന് സാക്ഷിയായി തീരാം. കർത്താവ് പറയുന്ന പോലെ കേൾക്കാം. ലോക ജോലികൾ എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതിനെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുവരെയൊക്കെ ഭജനത്തിന് റീച്ചാകാൻ വേണ്ടി നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെയും ദൈവമേ നടത്തണമേ ഞാൻ യാചിക്കുന്നു. വ്യസനത്തിലുള്ള മാർഗം കാണാതിരിക്കാൻ നമ്മളെ തന്നെ കർത്താവ് സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്യങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ആമീൻ, ആമീൻ.